അങ്ങനെ ഞങ്ങളിതേ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നു, തണ്ണിത്തോട് വന്നിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ രസം എന്താണെന്നറിയാമോ? ഇവിടെ തണ്ണിത്തോട്ടിൽ പപ്പായ്ക്കും മമ്മിക്കും അറിയില്ല ഞാനും കുഞ്ഞുമണീസും ഉള്ള കാര്യം. അച്ചാച്ചൻ മാത്രം വരുമെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ വിളിച്ചു, ലാലേ നീ എവിടെ ആയെന്നൊക്കെ ചോദിച്ചിട്ട് മമ്മി ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളുള്ളെന്നുള്ള കാര്യം അറിയില്ല. കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത് 21-നാണ്, അച്ചാച്ചൻ 18-നുമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ മാറ്റിയെടുത്തു. ഞങ്ങൾ അച്ചാച്ചൻ്റെ കൂടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിൽ പറഞ്ഞില്ല, ഞങ്ങൾ 21-ന് തന്നെ ഞാനും കുഞ്ഞുമണീസും വരത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻസ്, അവർ സർപ്രൈസ് ആവുമോ എന്നൊക്കെ നമുക്ക് ഒന്ന് വീഡിയോയിലൂടെ നോക്കാവേ. അതിനാണ് ഈ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. ദേ നമ്മുടെ തണ്ണിത്തോട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ തണ്ണിത്തോട് ജംഗ്ഷൻ. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടുവാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പപ്പാടെ മമ്മിയുടെയൊക്കെ എക്സ്പ്രഷൻ എന്താണെന്നൊന്ന് കാണണം. എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പോൾ വിളിച്ചു വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞങ്ങൾ എടുത്തപ്പോഴാണ് അറിയുന്നത്. അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് നോക്കാമേ. അപ്പം അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ കാറ് നാത്തൂൻ്റെ എടുക്കലായിരുന്നു കേട്ടോ. അപ്പം അവള് വേറൊരാടെ കൊടുത്തു വിടുമായിരുന്നു സ്റ്റേഷനിൽ അങ്ങനെ. പക്ഷെ നാത്തൂനും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്ന കാര്യം. അപ്പൊ ദേ നമ്മൾ വന്നു, ദേ മമ്മി ഇരിക്കുന്നു. അപ്പൊ മമ്മി ഇങ്ങനെ അച്ചാച്ചനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ 3 പേരോട് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാട്ടിലെ ഓരോ വിശേഷങ്ങളും വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് ഉടനെ കാണണം. മറ്റു വീഡിയോകളൊക്കെ ഇനി പുറകെ നമ്മൾ വിടുന്നതായിരിക്കും. അപ്പൊ കണ്ടില്ല, രണ്ടുപേരും പപ്പായും മമ്മിയും വണ്ടടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളോട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വന്ന് നിന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയാതെ വന്നത് കേട്ടോ. ഇന്നലെ രാത്രി മമ്മിയും 2 വീട്ടിൽ നിന്നും വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. കാരണം ഫോൺ എടുത്താൽ അറിയും ട്രെയിനിലാണെന്ന് കേട്ടോ. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും സർപ്രൈസ് ഒക്കെ കൊടുത്തു. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. മറ്റൊരു വീഡിയോ കാണാം. ഞാനിത്